ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാഷ്വൽ വെയർ ആൻഡ് ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ അസോട്ട കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേണും ഡിഫറെൻറ്റ് ഫാബ്രിക്കും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ 2-3 പാറ്റേൺസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബനാറസി ചുരിദാർ മെറ്റീരിയൽസ്. അതിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെമി ചന്തേരി സിൽക്കിൽ 2 പാറ്റേണും അതുപോലെ പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്, വാഷ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് കലങ്കാരിയുടെ പാച്ചാണ് വന്നിരിക്കുന്നത്. ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വന്നിട്ട് അതിലേക്ക് യോക്ക് പോർഷനിലേക്ക് കലങ്കാരിയുടെ പാച്ച് വർക്ക് വരും. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലേക്കാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ സൈഡ്സിലേക്കും ആ ഒരു കലങ്കാരിയുടെ പാച്ച് വർക്ക് തന്നെയാണ്. 4 സൈഡും ആ ഒരു കലങ്കാരി പാച്ച് വർക്ക് വരും. ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1195 ആണ്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് കാണിക്കുന്നത്. അടുത്തത് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ സെയിം കേട്ടോ. ഇതിന്റെ ഓപ്പോഷനിലേക്കും ആ ഒരു കലങ്കാരി പാച്ച് വർക്ക് വരും. ദുപ്പട്ട ഷിഫോൺ ഫാബ്രിക്കിൽ വന്നിട്ട് സൈഡ്സ് ഇതുപോലെ കലങ്കാരിയുടെ തന്നെ പാച്ച് വർക്ക് വന്നിട്ട് ബോട്ടം പ്ലെയിൻ ആയിട്ട് വരുന്ന മോഡലാണ്. റേറ്റ് വരുന്നത് 1195 ആണ്. ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്ന കാഷ്വൽ വെയർ മെറ്റീരിയൽസ് ആണ്. അടുത്തത് തന്നെ നേവി ബ്ലൂ ഷെയ്ഡ്, 3 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ബ്രിക്ക് കോമ്പിനേഷനിലേക്കാണ് ആ ഒരു കലങ്കാരി പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നുണ്ട്. ദുപ്പട്ടയിലും കലങ്കാരിയുടെ പാച്ച് വർക്ക് 4 സൈഡ് വരും. ബോട്ടം പ്ലെയിൻ ആയിട്ട്. റേറ്റ് വരുന്നത് 1195. അടുത്തത് ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിലെ എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ചെറിയ ലാവൻഡറും ഡെലിക്കേറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ലെങ്ത് ഒക്കെ വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. യോക്ക് പോർഷനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ദുപ്പട്ടയും അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. 1 സൈഡ് റിച്ചായിട്ട് എംബ്രോയിഡറി വർക്ക് വരും. അത് സൈഡ് 2 സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക് പ്ലെയിൻ ആയിട്ടായിരിക്കും. സെയിം കളറിൽ തന്നെ വരും. 1195 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്ത മസ്റ്റാർഡ് ബ്രൗൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അതിലേക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രീനും ബർഗൻഡിയുടെയും കൂടെ കോമ്പിനേഷനിലേക്കാണ് ആ ഒരു ഓപ്പോഷനിലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട സെയിം കളർ എംബ്രോയിഡറി വർക്കും സ്കാലപ്പ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. 1195 ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. ഇതൊക്കെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അടുത്ത ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ്. 1195 റേറ്റിലേക്ക് വരുന്നു. അടുത്തത് ഒരു ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്, ചെറിയൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെയൊക്കെ ടച്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. 4-5 കളറിലേക്കാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. 1195 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീനാണ്. പാറ്റേൺ സെയിം തന്നെയാണ്. ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് വരുന്ന ടോപ്പും ദുപ്പട്ടയും ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക്കാണ്. ദുപ്പട്ടയും അതുപോലെ തന്നെ ടോപ്പിൻ്റെ യോക്ക് പോർഷനും എംബ്രോയിഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 1195. അടുത്തത് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറി വർക്കിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യോക്ക് പോർഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ടോൺ ടു ടോൺ ഷെയ്ഡിലേക്ക് ആ ഒരു ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ടയാണ്. ബ്ലാക്കിലേക്ക് ആ ഒരു ടോപ്പിൻ്റെ കളർ കോമ്പിനേഷനിൽ ഇതുപോലെ ഡിസൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രാസോ ദുപ്പട്ട. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1395 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത്. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. റെയർ ആയിട്ടുള്ളൊരു ഗ്രീൻ ചാർട്ട് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ചിക്കൻ കറി വർക്കാണ് യോക്ക് പോർഷനിലൊക്കെ വന്നിരിക്കുന്നത്. കൂടാതെ സ്കാറ്റേഡ് ആയിട്ടും ഒരു ചിക്കൻ കറി വർക്ക് നമുക്ക് കാണാൻ പറ്റും. ബ്രാസോ ദുപ്പട്ട ബ്ലാക്ക് ഗ്രീന് കോമ്പിനേഷനിലേക്ക് വരുന്നു. പ്രൈസ് വരുന്നത് 1395. അടുത്ത് ലാവൻഡറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ്. കുറച്ച് ഡാർക്ക് ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ് വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. ആ ഒരു ബ്ലാക്കിലേക്ക് ലാവൻഡറിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. 1395 റേറ്റിലേക്ക് വരുന്നു. അടുത്തതും റയർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഒരു ബ്രൗണിൻ്റെ റസ്റ്റിൻ്റെ ഒക്കെ കൂടി ഒരു കോമ്പിനേഷൻ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ലുക്ക് വരുന്നത് അതുപോലെ 1395 റേറ്റിലേക്കാണ് വരുന്നത്. ചെറിയൊരു പീച്ച് ടച്ചൊക്കെ വന്നിരിക്കുന്ന ഷെയ്ഡാണ്. അടുത്ത് ലാവൻഡർ ഷെയ്ഡ് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഒത്തിരി കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതും ബ്ലാക്ക് ലാവൻഡർ കോമ്പിനേഷനിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 1395 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ
ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പീച്ചിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അതിലേക്ക് ആ ഒരു യോക്ക് പോർഷനൊക്കെ ഹെവി ചിക്കൻ കറി വർക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണേൽ പോലും യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. 1395 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് സെമി ചന്തേരി സിൽക്ക്, കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റി വരുന്നത് സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വെയർ ചുരിദാർ മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ഇതിലും ആ ഒരു ചിക്കൻ കറി വർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. അതിലേക്ക് യോക്ക് പോർഷൻ ഹെവി ആയിട്ട് സെയിം കളറിൽ തന്നെ ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ടോപ്പിൽ സ്കാറ്റേർഡ് ആയിട്ട് ചിക്കൻ കറി വർക്കും ബാക്കി പ്രിന്റിന്റെ ഡിസൈനും വരുന്നുണ്ട്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്, കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയിലും സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട്. കൂടാതെ ഒരു ചെറിയ ത്രെഡിന്റെ വീവിംഗ് പാറ്റേണും വരുന്നു. ബോട്ടം സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അതും ബാത്തിക് പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റൊക്കെ ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴാണ് ഭംഗിയിട്ട്. 1869 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്ത ഗ്രീൻ്റെ മറ്റൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സൂപ്പർ കളക്ഷൻസ് ആട്ടോ. ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഭയങ്കര കംഫർട്ടബിളും ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ടോപ്പ് പോർഷൻ ഹെവി ആയിട്ട് ചിക്കൻ കറി വർക്ക് വരും. അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് കോമ്പിനേഷനിലേക്ക് ബാത്തിക് പ്രിന്റ് എല്ലാം വരുന്നുണ്ട്. ദുപ്പട്ട സെയിം കളർ, ചെറിയ ത്രെഡിന്റെ വീവിംഗ് പാറ്റേണും ബോർഡേഴ്സും അതുപോലെ എൻ പോർഷനും ബാത്തിക് പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടവും ബാത്തിക് പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 1869 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഡാർക്ക് ടോണിലേക്ക് വരുന്ന ഷെയ്ഡാണ്. നല്ല കളർ ചാർട്ടിലുമായിട്ട് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയിലും ആ ഒരു ബാത്തിക് പ്രിന്റ് എല്ലാം വരുന്നുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് 1869. അടുത്തത് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കളേഴ്സ് തന്നെയാണ്. ഏത് കളർ എടുക്കണം എന്നായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാകുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് ഓരോന്നും വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോട്ടത്തിലും വരുന്നു. റേറ്റ് 1869. അടുത്തത് നമ്മുടെ ബനാറസി ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻസ് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ബുട്ടാസും അതുപോലെ യോക്ക് പോർഷനിൽ ബനാറസി വീവിങ് വരുന്നതും ഹെം ഏരിയയിൽ വരുന്നതും. ഇത് കുറച്ചുകൂടെ ഡിഫറെൻറ്റ് പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ആൻറ്റി കളറിൽ തന്നെയാണ് ഇതിൻ്റെ ബനാറസി വീവിങ് വന്നിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് ബോഡി പോർഷൻ ഒരു ലൈൻ പാറ്റേൺ ആയിട്ടാണ് ബനാറസി വീവിങ് വരുന്നത്. അതുപോലെ ഹെം ഏരിയ റിച്ചായിട്ട് ആ ഒരു ബനാറസിയുടെ വീവിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ പാറ്റേൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലീൻ ലുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഫാബ്രിക് തന്നെ നമുക്ക് ബോഡി ഹഗിങ് ഫാബ്രിക്കാണ്, അതുകൊണ്ട് തന്നെ ഒരു ലീൻ ലുക്കാണ്. അതിനൊപ്പം ഈ ഒരു ലൈൻ പാറ്റേണോടൊക്കെ വന്നപ്പോൾ ഒന്നുകൂടെ ഒരു ലീൻ ലുക്കിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ദുപ്പട്ടയിൽ കുഞ്ഞു കുഞ്ഞു ബനാറസിയുടെ തന്നെ ബുട്ടാസ് വരുന്നുണ്ട്. ബോർഡേഴ്സിലേക്ക് ബനാറസി വീവിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ബനാറസി വീവിംഗ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. സെയിം കളറിൽ ബോട്ടം വന്നിരിക്കുന്നത്. 1980 ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് വന്നിരിക്കുന്നത്. ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്, ചെറിയൊരു വൈൻ ടച്ചഡ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബനാറസിയുടെ നല്ല റിച്ച്നെസ് ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സാരി എടുക്കുന്ന ആ ഒരു ലുക്കിൽ തന്നെ നമുക്കൊരു ഫംഗ്ഷനും പോകാൻ പറ്റും. ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ പറ്റിയൊരു ചുരിദാർ സ്യൂട്ട്സ് ആട്ടോ. 1980 പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ്. ഇതിലേക്കൊക്കെ ആ ഒരു ആൻറ്റി കളറിൻ്റെ കോമ്പിനേഷൻ വന്നപ്പോഴത്തേനും ഒന്നുകൂടി ആ ഒരു എലഗൻസിയും റിച്ച്നെസ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. ബനാറസിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുട്ടാസും അതുപോലെ തന്നെ വീവിംഗ് പാറ്റേണും വരുന്ന ദുപ്പട്ടയാണ്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1980 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ലവേഴ്സ് ഒത്തിരി പേരുണ്ട്. അതിലേക്ക് ഈ ഒരു ആൻറ്റി കളറിലൊക്കെയുള്ള വീവിംഗ് പാറ്റേൺ ഒക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി ചുരിദാർ സ്യൂട്ട്സ് ആണ്. 1980 പ്രൈസ് റേഞ്ചിലേക്ക് വരുന്നു. ലാസ്റ്റ് ഷെയ്ഡില്ല, അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ആണ്. ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളർ കമൻറ്റ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1980 റേറ്റിലേക്ക് വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് വൈൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ സെയിം തന്നെയാണ്. ബനാറസി വീവിങ്ങും അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേനും കുഞ്ഞു ബുട്ടാസ് വരുന്നുണ്ട്. അതുപോലെ 4 സൈഡും ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. 1980 പ്രൈസിലേക്ക് വരുന്നു. അടുത്ത് വരുന്നത് പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതും യോക്ക് പോർഷനിലേക്ക് ചിക്കൻ കാരി വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ടും ചിക്കൻ കാരി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് ഫംഗ്ഷൻ വെയർ കോട്ടൺ ഫാബ്രിക്കിൽ ഫംഗ്ഷൻ വെയർ ഐറ്റംസ് ഒക്കെ
ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഐറ്റം കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കറി വർക്ക് വരുന്ന ഈ ഒരു മോഡൽ കുർത്തീസൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കുർത്തി വെയർ ചെയ്യുന്നതിനേക്കാൾ ഒരു ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് പറ്റിയ ഐറ്റമാണ്. സെയിം കളറിൽ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ദുപ്പട്ട വരുന്നത്. ഈ ഒരു ചിക്കൻ കറി വർക്കിൻ്റെ റിച്ച്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ലുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദുപ്പട്ട വളരെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ദുപ്പട്ടയുടെ എൻഡ് പോർഷനിലേക്ക് ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് പിങ്കാണ്. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. യോക്കും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഹെവി ആയിട്ട് ആ ഒരു വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും ഈ ഒരു സെയിം പീസിലേക്ക് തന്നെയാണ്. അതിലേക്കും ചിക്കൻ കറി വർക്കെല്ലാം വരുന്നുണ്ട്. ദുപ്പട്ടയുടെ സൈഡിൽ കൂടെ അതുപോലെ ലേസ് വർക്ക് വരും. പ്രൈസ് 1980. അടുത്തത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാട്ടോ. നല്ല ഭംഗിയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം. 1980 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവൻഡർ ആണ്. അതിലേക്കും ആ ഒരു വൈറ്റ് ആണ് കോമ്പിനേഷൻ ചിക്കൻ കറി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടം പീസിലും ചെറിയ വർക്കുകളെല്ലാം വരുന്നുണ്ട്. ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട. പ്രൈസ് വരുന്നത് 1980. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.